ടാക്സി ഡ്രൈവർമാരെ ബാധിച്ചു അല്ലേ? മൊത്തം ബാധിച്ചു. അതിപ്പോ നമ്മുടെ എയർപോർട്ടിൽ എന്ത് യുദ്ധം മറ്റുണ്ടായാലും ആദ്യം ബാധിക്കുക ഞങ്ങളെയാണ്. കൊറോണയായിട്ടും അതൊക്കെ ആകുമ്പോൾ നിപ്പ ഒക്കെ ഞങ്ങളെ ആദ്യം ബാധിക്കുക. ഗൾഫ് നാടുകൾ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വ്യോമപാത അടച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ അത് കാര്യമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. ഇന്നത്തെ എല്ലാ വിമാനങ്ങളും ഇവിടുന്ന് റദ്ദ് ചെയ്തതായാണ് ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെയും അതോടൊപ്പം ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഉൾപ്പെടെ ജീവിതത്തെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇന്നലെ ഇവിടെ ഒരുപാട് യാത്രക്കാർ എത്തിയിരുന്നു വിമാനങ്ങളിൽ. ഇന്നലെ ഉച്ചയ്ക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ കയറിയ യാത്രക്കാർ ഇറക്കിയതിനു ശേഷമാണ് വിമാനങ്ങൾ ഓരോന്നായി റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് നിരവധി ആളുകൾ ഈ വിവരം അറിയാതെ കരിപ്പൂരിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവരെ തിരിച്ചയക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് എല്ലാ വിമാനങ്ങളും കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങളും റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 വിമാനങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ കരിപ്പൂരിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നാളെ ഉള്ള ചില 2 വിമാനങ്ങളും റദ്ദ് ചെയ്താലുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും വിമാന യാത്രയെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് നാടുകളിലേക്ക് പോകേണ്ട യാത്രക്കാരെ സംബന്ധിച്ചത് ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം വിമാനത്താവളങ്ങളിലൊക്കെ വിജനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇവിടേക്ക് വലിയ തരത്തിൽ യാത്രക്കാർ വന്നിറങ്ങേണ്ടതാണ്. അവരെ വന്ന് കൂട്ടാൻ വരുന്ന ആളുകൾ ഉണ്ടാവേണ്ടതാണ്. യാത്ര പോകാൻ വരുന്ന ആളുകൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കരിപ്പൂരിൽ ഉണ്ടാകേണ്ട സമയത്തും വിജനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതാനും ടാക്സി ഡ്രൈവർമാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പം ഡ്രൈവർമാരോട് നമുക്ക് ചോദിക്കാം. ഇപ്പം ഈ സമയത്തൊക്കെ വലിയ ഓട്ടം ഉണ്ടാകുന്ന സമയമാണല്ലേ? ഈ സമയത്തൊക്കെ സാധാരണഗതിയിൽ ഞങ്ങൾ നല്ല ഓട്ടം ഉണ്ടാകുന്ന സമയമാണ്. എല്ലാ ദിവസങ്ങളും ഈ സമയമാകുമ്പോഴേക്ക് ഏകദേശം ഒരു 80-100ഓളം ടാക്സികളൊക്കെ ഓട്ടം പോകുന്നതാണ്. ഇന്ന് ആ സ്ഥാനത്ത് ആകെ പോയത് 15 ടാക്സികളാണ്. അതന്നെ ഈ ഡൊമസ്റ്റിക്കിൽ ഫ്ലൈറ്റ് ഇറങ്ങിയോണ്ട് മാത്രം. ഇനിയിപ്പോ ഡൊമസ്റ്റിക്കിൽ നിന്ന് ഒരു 2 ഫ്ലൈറ്റുകൾ ഇന്ന് ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഉച്ചയ്ക്ക് ഒരു ബോംബെ ഫ്ലൈറ്റും വരും. പിന്നെ രാത്രിയിൽ 7 മണിക്കൂർ. ബാക്കി എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ആണെന്നാണ് ഞങ്ങൾക്കിപ്പോൾ അറിയിപ്പ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വളരെ ഇന്നത്തെ ഓട്ടം ഉണ്ടാകുന്ന സാഹചര്യം വളരെ മോശമാണ്. ഏതായാലും കൂടുതൽ ആളുകളുണ്ട്. ഇതിപ്പം ഇവിടെ ഏകദേശം എത്ര ടാക്സികളാണ് ഉള്ളത്? ഇവിടെ മൊത്തം 230 വണ്ടികളുണ്ട്. ഇതിപ്പം ഇന്നിപ്പോ കുറച്ച് പേര് പോയിട്ടുണ്ടല്ലേ? അതില് ഞങ്ങള് 2 ഷിഫ്റ്റ് ആയിട്ടാണ്. രാവിലെ 7 മണി തൊട്ടിട്ട് രാത്രി 8 മണി വരെ ഷിഫ്റ്റ്. അതിൽ 115 വണ്ടി ഉണ്ടാവും. അതിലാകെ പോയത് 15 വണ്ടിയാണ്. ഈ നേരത്തെ 80 വണ്ടി 90 വണ്ടി പോകുന്ന ടൈമാണ്. അതിൽ വെറും 15 വണ്ടി പോയി. എല്ലാ ഫ്ലൈറ്റുകളും ഏകദേശം ക്യാൻസൽ ആയിട്ടുണ്ട്. എല്ലാ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആകെ വന്നത് സൗദിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റാണ് വന്നത്. ഇനിയിപ്പം ഡൊമസ്റ്റിക്കിൽ നിന്ന് 2 ഫ്ലൈറ്റ് കൂടി ഇനി ഇറങ്ങാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങള് 8 മണി വരെ ഞങ്ങൾ ഡ്യൂട്ടി ഉണ്ടാക്കാൻ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. ടാക്സി ഡ്രൈവർമാരെ ബാധിച്ചു അല്ലേ? മൊത്തം ബാധിച്ചു. അതിപ്പോ നമ്മുടെ എയർപോർട്ടിൽ എന്ത് യുദ്ധം മറ്റുണ്ടായാലും ആദ്യം ബാധിക്കുക ഞങ്ങളെയാണ്. കൊറോണയായിട്ടും അതൊക്കെ ആകുമ്പോൾ നിപ്പ ഒക്കെ ഞങ്ങളെ ആദ്യം ബാധിക്കുക. ഞങ്ങൾ എയർപോർട്ട് കേന്ദ്രീകരിച്ചിട്ടില്ല ഞങ്ങളെ പ്രവർത്തനം. അപ്പൊ ഇത് ആശ്രയിച്ചാൽ ഞങ്ങൾ കഴിയുന്നത്. മൊത്തം 230 വണ്ടി ഉണ്ടെങ്കിൽ ഒരു 400ഓളം കുടുംബങ്ങൾ ഇത് ആശ്രയിച്ച് കഴിയുന്നുണ്ട്. ഡ്രൈവർമാർ മാത്രം. ഞങ്ങളുടെ കാര്യം പോക്കാണ്. ഏതായാലും അത് തന്നെയാണ് ഇപ്പം ടാക്സി ഡ്രൈവർമാർ പറയുന്നത്. ഇത്തരത്തിൽ ഇത് ഇവരുടെ കഥയാണ്. അതായത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ അവരൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഗൾഫ് നാടുകളിലാണെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലാണ് ഇത് നടക്കുന്നതെങ്കിലും അതിന്റെ പ്രതിധ്വനി അത് ബാധിക്കുന്ന സാധാരണക്കാരായ ആളുകളെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം വിജനമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റാളുകളോ യാത്രക്കാരോ ഒന്നുമില്ല. ഇന്നത്തെ എല്ലാ ഫ്ലൈറ്റുകളും റദ്ദ് ചെയ്തു എന്നുള്ള വിവരം കൂടി എയർപോർട്ട് അധികൃതർ നൽകുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രി വരെയുള്ള വിമാനങ്ങൾ എല്ലാം തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ആളുകൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഏതെല്ലാം വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തത് അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ളതെന്ന് അറിയണമെങ്കിൽ അതത് വിമാന കമ്പനികളെ ബന്ധപ്പെടണം എന്ന കാര്യം കൂടി എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നുണ്ട്. പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ സമയങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർ കൃത്യമായി വിമാന കമ്പനി അധികൃതരെ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം മറ്റു നീക്കങ്ങൾ നടത്തുക എന്ന് കൂടി വിമാന കമ്പനി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ എല്ലാ വിമാനങ്ങളും റദ്ദ് ചെയ്തിരിക്കുന്നതാണ്. നാളെ ചില വിമാനങ്ങൾ കൂടി റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ന് രാത്രിയോട് കൂടി അല്ലെങ്കിൽ വരും സമയങ്ങളിലൊക്കെ തന്നെ അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അനുരൂപിച്ചുകൊണ്ടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.